എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുവിനെ കുറിച്ച് നവിയെ നയനയും കനകയോടും ഗോവിന്ദനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, അല്ല മോളെ, അവള് ഫ്രണ്ട്സിനോടൊപ്പമാന്ന് പറഞ്ഞല്ലോ, അന്ന് ഇന്നത്തെ ദിവസം പോയെന്ന് പറയാണ്. എന്താച്ചാ അങ്ങനെ പറഞ്ഞേ? അവള് ഫ്രണ്ട്സിനോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ വീടും വീട്ടുകാരെയൊക്കെ മറക്കുമെന്ന് പറയാം. അല്ല, ആ ഫ്രണ്ട്സിനോടൊപ്പം ഇനിയിപ്പം അനിമോൻ എങ്ങാനും ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടത് നയന് പറഞ്ഞു, ഇല്ല അച്ഛാന്ന് പറയണം. കനക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ഇനി അവർ തമ്മിൽ കാണുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയും. അനാമയ്ക്ക് അവർ തമ്മിൽ മിണ്ടുന്ന കാണുന്നേ പോലും ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? വെറുതെ ഇല്ലാത്ത പൊല്ലാപ്പ് പോലെ വലിച്ച് തലയിലേക്ക് വെക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അനാമയ്ക്ക് അല്ലെങ്കിൽ തന്നെ നന്ദുവിനോട് അസൂയ. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. ഒരു പക്ഷേങ്കിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു നന്ദുവിന്റെ ഈ യാത്ര, ഈ SI ആയുള്ള ആ ട്രെയിനിങ്ങിന് വേണ്ടി യാത്ര പോലും അവൾ മുടക്കുമെന്ന്. കാരണം അവൾ അത്രയ്ക്ക് ദുഷ്ട മനസ്സാ അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ ഉള്ളതെന്ന് പറയാണ്. ഇത് കേട്ടതും നയന പറഞ്ഞു, അത് ശരിയാമ്മേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നില് അവളായിരിക്കും, ആ അനാമിക. നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കാരണക്കാരി എപ്പോഴും ആ അനാമിക ആയിരിക്കും എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് അവരങ്ങോട്ട് കയറി പോവാ. ഈ സമയം കനകം കോന്നിനും പരസ്പരം നോക്കുകയാണ്. പതിവിലും പോലെയുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും ഇവരുടെ മുഖത്ത്, രണ്ടുപേരുടെ മുഖത്ത് കാണാനില്ല. എന്താന്നുള്ള രീതിയിൽ അവര് പരസ്പരം നോക്കുവാണ്. പിന്നീട് ജലജയും ജാനകിയും അനാമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. മൂന്നു പേർക്കും ഭയങ്കര സന്തോഷാ. ജലജ പറഞ്ഞു, നീ മിടിക്കാടി മോളെ, അതുകൊണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് തന്നെ അവളെ കൊടുക്കാനായിട്ട് പറ്റിയത്. എന്റെ മോനെ അഭിയങ്ങാനെ ഇതിനിറങ്ങി തിരിച്ചെങ്കിൽ അവൻ ഒന്നിനും സാധിക്കില്ലായിരുന്നു. തിരിച്ച് അവനിട്ട് ഒരു പണിയും കൂടെ കിട്ടിയനാ. അതുകൊണ്ട് മോളുടെ അച്ഛനും അമ്മയൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടെന്ന് പറയാണ്. ജാനകി പറഞ്ഞു, എന്താളും നന്നായി മോളെ, ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ അവളുടെ SI മോഹം അങ്ങോട്ട് തകർന്നു പോയില്ലെന്ന് ചോദിക്കാം. ഹനാമി പറഞ്ഞു, കുറെ കാലമായി അവള് കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് അവൾക്കിട്ടുള്ള പണിയെ കിട്ടിയിരിക്കുന്നത്. എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക്. അത് മാത്രല്ല, എന്റെ ഭർത്താവായ അനിയെ കൈയടക്കാൻ വേണ്ടി അവള് ശ്രമിച്ചേ. അവളെ പിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് ചോദിക്കുക. അല്ലെങ്കിലും എന്നെക്കാളും കൂടുതൽ സ്നേഹം എനിക്ക് അവളോടാന്ന് പറയണ. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ഇപ്പൊ എന്റെ മോനേക്കാളും സ്നേഹം നിന്നോടാ, മരുമോളോടാ. കാരണം എന്നോടൊപ്പം നിന്ന് എന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ നീ മാത്ര. എന്റെ മോൻ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പറയണ. അനാമി പറഞ്ഞു, ഇനി അവളുടെ കാര്യത്തിൽ പേടി വേണ്ട. അവള് ജാമ്യം കിട്ടാനൊന്നും അവൾക്ക് പോകുന്നില്ല. അവൾ ഉറപ്പായിട്ടും ജയിലിലേക്ക് പോകത്തുള്ളൂ. അവളുടെ പോലീസ് ട്രെയിനിങ്ങും SI ആവാനുള്ള മോഹവും കൂടെ ഇതോടെ അങ്ങ് തറന്നു പോവാന്ന് പറയാം. ജലജ പറഞ്ഞു, നമുക്കിതൊന്ന് ആഘോഷിക്കണം, അത് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം എന്ന് പറയാണ്. ഈ സമയം ജയനും അജയനും ആദർശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, മാരാർ മാഷിനെ വിളിച്ച് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാരാർ മാഷ് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആര് പറഞ്ഞിട്ടാന്ന് അറിയില്ല എന്ന് പറയണ. ആദർശ് പറഞ്ഞു, പ്രഗത്ഭനായ വക്കീലല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ ആരിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കോ. ഇത് കേട്ടത് അജയൻ പറഞ്ഞു, ഇനിയിപ്പം നന്ദുവിന്റെ വീട്ടുകാർക്ക് വല്ല പിടിപാടും ഉണ്ടായിരിക്കോ, അങ്ങനെ അവരെങ്ങാനും ഏർപ്പാടാക്കിയതാണോ വക്കീലെ? ആദർശ് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഇല്ല, അവർ ഈ കാര്യങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നേ. വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ അച്ഛന് വയ്യായിക വന്നിരിക്കുന്നല്ലേ, അറ്റാക്ക് വന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് അത് പറയാനൊന്നും പറ്റത്തില്ല. ഒരു പക്ഷെ അതായിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയണ. ആ സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, നിനക്കൊക്കെ എന്തായാലും സന്തോഷമായിരിക്കുമല്ലോ, നന്ദു ജയിലിൽ പോയി കിടക്കുന്നേ. അവളുടെ SI മോഹം പൊലിഞ്ഞു കഴിയുമ്പത്തേനും സന്തോഷവും സമാധാനവും ഉണ്ടാവൂലോ അല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ടപ്പം ദേവേന് പറഞ്ഞു, അത് ജയേട്ടന്റെ വെറും തോന്നല് മാത്ര. തെറ്റ് ചെയ്യാത്തവരാരും ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. നന്ദു എന്ന് പറയുന്നവള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അവൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അവൾ പുറത്തിറങ്ങുക തന്നെ ചെയ്യണ്ടേ. ഞാൻ അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കണേ, അല്ലാതെ അകത്ത് കിടക്കാനായിട്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഇനിയിപ്പം നോക്കാം, മാരാർ മാഷ് ഏറ്റെടുത്ത കേസൊന്നും അങ്ങനെ തോറ്റിട്ടില്ല, ഉറപ്പായിട്ടും പുറത്തിറങ്ങുക തന്നെ ചെയ്യും നന്ദു. ഇത് കേട്ട് കഴിഞ്ഞപ്പം അജയൻ ചോദിച്ചു, അല്ല അവളുടെ SI മോഹം തകർന്നു പോകുന്നു ചോദിക്കാം. ഇല്ല ഇളയച്ച, അതിനു മുമ്പ് തന്നെ നമുക്ക് എങ്ങനെയാണല്ലോ അവൾ പുറത്തിറക്കിയേ മതിയാവുള്ളൂ എന്ന് പറയാണ്. ഈ സമയത്ത് നന്ദു ആകെപ്പാടെ വിഷമിച്ച് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അനി കയറി ചെല്ലുന്നത്. അപ്പൊ അനിക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു SI നന്ദുവിനെ കാണാൻ വേണ്ടിട്ട്. അനന്തപുരിയിലെ കൊച്ചുമോനല്ലേ, അപ്പൊ പിന്നെ പെർമിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ അനി നന്ദുവിന്റെ അരിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും നന്ദുവിന് ആകെപ്പാടെ വിഷമായി പോയി. പിന്നീട് അനിയോട് ചോദിച്ചു, എന്തിനാ അനി വന്നെന്ന് ചോദിക്കാം. എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ നന്ദു, എന്താ ശരിക്കും സംഭവിച്ചെന്ന് ചോദിക്കാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, കാരണം വഴി വെച്ച് ഇപ്പൊ ഈ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ കോളറിന് കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചവൻ കൊല്ലാൻ നോക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ കയറി ഇടപെട്ടതാ. പക്ഷെ അതൊരു ട്രാപ്പാന്നുള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലായത്. എന്തിനാ നന്ദു നീ ഈ കേസിലൊക്കെ പോയി ചാടാൻ പോയെന്ന് ചോദിക്കാം.
അത് പിന്നെ നിനക്കറിയാലോ അനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടില്ല കേട്ടില്ലെന്ന ഒന്നും നടിച്ചൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. കാരണം ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കണം തോന്നുന്നു. ഞാൻ അവിടെ കയറി പ്രതികരിക്കുകയും ചെയ്യും. ഇത് പക്ഷെ ട്രാപ്പാന്ന് അറിഞ്ഞിട്ടല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, എനിക്ക് SI ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടായിരുന്നു, അതെന്നെ മുടങ്ങിയെന്ന് എനിക്ക് തോന്നണെന്ന് പറയണേ. നീ വിഷമിക്കല്ലേ, നിന്നെ ഇറക്കാനായിട്ട് പറ്റുമെന്ന് പറയണേ. എങ്ങനെ ഇറക്കാൻ പറ്റുമെന്നാ പറയണേ. എൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നനി. അങ്ങനെ എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇപ്പൊ ഈ പറയുന്ന അവനുണ്ടല്ലോ, വാരിയിൽ ഒടിഞ്ഞ് കിടക്കുവാന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നവൻ, പക്ഷെ അവന്റെ വാരിയിലൊന്നും ഒടിഞ്ഞിട്ടില്ല. ഇനി അതിന് മാത്രം ഞാനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇതൊക്കെ ഒരു കള്ളക്കേസാന്ന് എനിക്ക് തോന്നണെന്ന് പറയണം. അങ്ങനെ എന്തേലും ഇനിയിപ്പോ അവന് ഒടിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് കള്ളക്കേസാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പോക്കം കൂടെ പോകും. എൻ്റെ SI മോഹൻ തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നിട്ട് അവന്റെ വാരിയിൽ മാത്രമല്ല, അവനെ മൊത്തത്തോടെ ഞാൻ തകർക്കും. പിന്നെ ആജീവനാന്തകാലം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയണം. പിന്നെ എനിക്ക് ജയിൽവാസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതായിരിക്കും ഞാൻ ചെയ്യാൻ പോണെന്ന് പറയാം. പെട്ടെന്ന് അനി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ലേ, ഒരു കുഴപ്പവും സംഭവിക്കില്ല, നിനക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുമെന്ന് പറയാം. അത് തന്നെ എൻ്റെ വിശ്വാസം. സാധിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ജയിലിലേക്ക് തന്നെ പോകും. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് എൻ്റെ എത്രയോ കാലത്തെ മോഹങ്ങളും പ്രതീക്ഷയോ തകർന്നു പറയാൻ പോകുന്ന അറിയാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം അനി പറഞ്ഞു, ആ SIക്ക് എന്തോ നമ്മുടെ കുടുംബത്തോടൊരു വൈരാഗ്യം ഉള്ള പോലെ. അതുപോലത്തെ കാര്യങ്ങളാണല്ലോ കുടുംബത്തിൽ ഒരുത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. അയാളുടെ കൈയൊക്കെ തല്ലി ഓടിച്ചല്ലേ, അപ്പൊ അതിന്റെ ദേഷ്യം നമ്മുടെ കുടുംബത്തോട് ഇല്ലായിരിക്കത്തില്ല. അപ്പൊ അതിന്റെ ദേഷ്യം കൂടെ അയാൾ തീർക്കണേ. ഉറപ്പായിട്ടും വക്കീല് വരും, വക്കീല് വന്ന് നിന്നെ പുറത്തിറക്കുമെന്ന് പറയണം. ഇത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ നന്ദു പറഞ്ഞു, എനിക്ക് ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറയണം. പെട്ടെന്ന് അതിന് നന്ദുവിന്റെ കൈ കൂട്ടിപ്പിടിക്കുക. പോട്ടെ, ഒന്നും സംഭവിക്കില്ല, നിനക്ക് ഇറങ്ങാൻ പറ്റും, നിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നേടാനായിട്ട് നിനക്ക് സാധിക്കുമെന്ന് പറയണം. അങ്ങനെ സങ്കടപ്പെട്ട് അനിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. പെട്ടെന്ന് അനി കണ്ണും തുടച്ചോണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഒരു വനിതാ കോൺസ്റ്റബിൾ അങ്ങോട്ട് കയറി വരികയാണ്. വന്നിട്ട് ചോദിച്ചു, ആരാ? ആ പോയ നിന്റെ കാമുകനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നന്ദുവിന് ദേഷ്യം വന്നു. കാമുകനല്ല, ഭർത്താവാന്ന് പറയണം. ഭർത്താവോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചോണ്ട് ദേഷ്യപ്പെട്ട് നന്ദുവോടെ ഇരിക്കുകയാണ്. കാരണം ബാക്കിയുള്ളവരുടെ എല്ലാം ഉള്ള ദേഷ്യം അവളോടാണ്, ആ പുള്ളിക്കാരത്തിയോടാണ് നന്ദു തീർക്കണേ. ഈ സമയം അനി സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ SI പോലീസ് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അനി എന്നിട്ട് ചോദിച്ചു, അല്ല സാറേ, ഞാൻ ആ നന്ദുവിന്റെ കാര്യത്തിന് വേണ്ടിട്ട്. എന്താടോ? അല്ല, അവൾക്ക് എന്താ സാറേ ജാമ്യം കിട്ടാത്തെന്ന് ചോദിക്കുക. ജാമ്യം? എടോ, അവള് കാണിച്ചു വെച്ചിരുന്ന പരിപാടി എന്താണെന്നറിയാലോ സാറേ. അതിന് മാത്രം ചെയ്തിട്ടൊന്നുമില്ല, സാറിനും അറിയാം ഇതൊരു കള്ള പരാതിയാന്നുള്ള കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തെന്ന് ചോദിക്കാം. അവൾക്ക് ജാമ്യമൊന്നും അത്ര പെട്ടെന്നൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം. അവൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തിരിക്കുന്നേ. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അനു പറഞ്ഞു, എനിക്കറിയാം സാറിന്റെ വിഷമം എന്താന്ന്. അഭി സാറിനെ തല്ലിയന്റെ വൈരാഗ്യം തീർക്കുമല്ലേന്ന് നിൽക്കും. അതോ? അത് ഞാൻ അങ്ങോട്ട് വിട്ടടോന്ന് പറയണം. അതും ഇതുമായിട്ട് ഞാൻ തമ്മിൽ അങ്ങോട്ട് ബന്ധപ്പെടുത്തുന്നില്ല എന്ന് പറയണം. സാറേ, അതും ഇതുമായിട്ട് കൂട്ടിക്കുഴക്കില്ല. അവൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കൊള്ളരുതാത്തവനാ. അവനെ പ്രതി ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും സ്വസ്ഥത സമാധാനക്കേടേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ദേ പാവപ്പെട്ട ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കലെന്ന് പറയണം. അല്ല, ഈ പെൺകുട്ടി തന്റെ ആരാന്ന് ചോദിക്കാം. എന്റെ ഫ്രണ്ടാന്ന് പറയണം. ഓ, ഫ്രണ്ടാ അല്ലേന്ന് ചോദിക്കണം. എടാ, അവക്ക് ഇച്ചിരി ഇത് കൂടുതലാണ്, അവക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. ആരും കൂസാക്കാത്ത പാപുവാ. ഇവിടെ വന്നിട്ട് പോലും എല്ലാത്തിനും തർക്കുത്തരം തന്നെയാ പറയണേ. ചോദിക്കുന്നതിന് ഒരു കൂസലും ഇല്ലാതെ മറുപടി പറയണേ. സാറേ, അത് അവളുടെ നേച്ചറാ. അവള് നേരെ നേരെ പോകുന്ന ഒരു ക്യാരക്ടറാ. അവളങ്ങനെ കള്ളത്തരം പറയാനും ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനൊന്നും പോകുന്നില്ല. അവൾക്ക് അതിന്റെ ആവശ്യമില്ല. അവൾ ആ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രം. ഇന്നല്ലെങ്കിൽ നാളെ അവള് പോലീസ് യൂണിഫോം ഇട്ട് വരണ്ടതാ. ഇപ്പൊ സാറിനെ പോലെ ആവണ്ട. അപ്പൊ അവളുടെ മോഹങ്ങളും സ്വപ്നങ്ങളും സാറോ എറിഞ്ഞുടക്കരുതെന്ന് പറയണം. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ പോവാണ്. അയാളുടെ പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മനഃപൂർവ്വമാണ് അയാള്. കാരണം അല്ലെങ്കിൽ ബാക്കി എല്ലാരും വന്നിട്ട് പോലും ജാമ്യം കൊടുക്കാതിരിക്കുക. അപ്പൊ അതിന്റെ പിന്നിലെ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും നന്ദുവിന്റെ SI മോഹം തടയാനുള്ള പരിപാടിയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് അനിയെ ഇരിക്കുന്നത്. പിന്നീട് അനിയെ തകർന്ന മനസ്സോട് വീട്ടിൽ ചെല്ലുമ്പത്തിനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ചോദിച്ചു, എന്തായി മോനെ കാര്യങ്ങള്? നന്ദുവിന്റെ കാര്യത്തിൽ എങ്ങനെയായെന്ന് ചോദിക്കാം. ഇല്ല മുത്തശ്ശി, ഇതുവരെയായിട്ടും ജാമ്യം കിട്ടിയിട്ടില്ലെന്ന് പറയണം. അല്ല, നന്ദുവിന്റെ വീട്ടിലറിഞ്ഞോ? വീട്ടിൽ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു മുത്തശ്ശി. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആകെപ്പാടെ പ്രശ്നമായെന്ന് പറയാ. എന്ത് ചെയ്യാനാടാ മോനെ? ഇനിയിപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തേലും സംഭവം നടക്കോളം തോന്നേ. അദ്ദേഹം വന്ന് നേരിട്ട് പോയി സംസാരിക്കണം. ഇപ്പൊ തന്നെ യാത്രയിലല്ലേ, ആ കൃത്യസമയത്തിന് ഇങ്ങനെ ആയിപ്പോയല്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു,
വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവൾക്ക് ജാമ്യം കിട്ടുന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അത് മാത്രമല്ല, അവൾക്ക് നല്ല ട്രെയിനിങ് തുടങ്ങുമല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം മുത്തശ്ശി എന്ന് പറയണം. ഈ സമയത്ത് അനാമിക അങ്ങോട്ട് വരുവാണ്. ഹോ, അവള് പോലീസ് സ്റ്റേഷനിലായി കഴിഞ്ഞപ്പോ നിനക്ക് അങ്ങോട്ട് സഹിച്ചില്ലല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും അനി പറഞ്ഞു, അനാമികയെ വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറയണ. എടാ, അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. അതിന് നിനക്കെന്താ? ഓ, അവള് അവിടെ കിടക്കാൻ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അല്ലേ? നിന്റെ ഏറ്റവും വലിയ ബെസ്റ്റി ആണല്ലോ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടോ മുത്തശ്ശി പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? പാവല്ലേ നന്ദു, അവൾ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ ചെയ്യണ്ടേ? പിന്നെ പ്രാർത്ഥിക്കണം പോലും. അവൾ അകത്ത് കിടക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടത് അനി പറഞ്ഞു, എനിക്കറിയാടി ഇതിന്റെ പിന്നിൽ ആരാന്നുള്ളത്. നീ നിന്റെ വീട്ടുകാരും അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോഴും അനാമി പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലാന്ന് പറയണം. ഞങ്ങൾ അത്തരക്കാരല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, നീ മുത്തശ്ശിനെ ഉന്നയിച്ച് വെറുതെ കള്ളത്തരം പറയാൻ ശ്രമിക്കണ്ട. എനിക്കറിയാടി ഇങ്ങനെ എന്തേലും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നീ നിന്റെ വീട്ടുകാരും ആയിരിക്കുന്ന. അത്രയ്ക്ക് വൈരാഗ്യമുണ്ട് നിനക്ക് നിന്റെ വീട്ടുകാർക്ക് അവളോടൊന്ന് പറയണം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, പിന്നെ വൈരാഗ്യം പോലും അവൾ അകത്ത് കിടക്കുന്നോട് ഞങ്ങൾക്ക് എന്താ? അവൾ എവിടെയെങ്കിലും കിടക്കട്ടെ. എനിക്കറിയാം അവളുടെ പോലീസ് മോഹം താർക്കാൻ വേണ്ടിയല്ലേ നീ പണി ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ടത് അനാമിക ഉള്ളിച്ചിരിക്കുകയാണ്. പക്ഷെ അനാമിക വട്ടം നിന്ന് തർക്കിച്ചു. അതുകൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് അവസാനം മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും പറയരുത്. കാരണം അവള് പാവ, ആ പെൺകുട്ടി പാവാണ്. അല്ലാതെ അവളുടെ മോഹങ്ങളും സ്വപ്നങ്ങളും താർക്കാൻ വേണ്ടി നമ്മൾ ഈ സമയത്ത് ഒന്നും ചെയ്യരുത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട അവൾ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറയണം. ഇത് കേട്ടത് അനാമി പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശി. അവൾ അകത്ത് കിടക്കുക തന്നെ ചെയ്യണം. അവൾ ഒരു കാരണവശാലും പുറത്തിറങ്ങല്. അല്ലെങ്കിലും അവൾക്ക് ഗുണ്ടാപ്പണിയല്ലേ അവള്. വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചേലാനിട്ട് അവൾക്ക് അധികാരം കൊടുത്താരാ? ഇങ്ങനെയാണെങ്കിൽ അവൾ കാക്കിക്കുപ്പായി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കൊന്നും വഴിയെ നടക്കണ്ടല്ലോ. അവളെല്ലാരും കയറി ഇവിടെ കൈകാര്യം ചെയ്യല്ലോ എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് അനാമി അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞു പോയി. മുത്തശ്ശി അനിയോട് പറഞ്ഞു, വിഷമിക്കണ്ട മോനെ, ഉറപ്പായിട്ട് അവൾ പുറത്തിറങ്ങുമെന്ന് പറയണം. അവള് തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൾ പുറത്തിറങ്ങുമെന്ന് പറയാം. ഇത് കേട്ടതും അനി സങ്കടപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ ചെന്ന് കഴിയുമ്പത്തിന് അനാമിക അവിടെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അനാമയുടെ മൊത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട്. അനി എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാടി നീ എന്റെ പിന്നിലെന്നുള്ള കാര്യം. അതേടാ, ഞാൻ തന്നെയാ എന്റെ അച്ഛനും അമ്മേനെയൊക്കെ അത്ര ക്രൂരമായിട്ടല്ലേ അവള് കൂട്ടുകാരങ്ങൾ ചേർന്നിട്ട് മർദ്ദിച്ചത്. ആ സമയത്ത് നിന്റെ മുഖത്ത് സങ്കടഭാവം ഒന്നും കാണുന്നില്ലായിരുന്നല്ലോ. ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അതെ, അവർക്ക് അർഹതപ്പെട്ട കിട്ടിയത്. അവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം തെറ്റവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അനാമിക എന്ന് പറയാം. അനാമി പറഞ്ഞു, ഇവിടെ എന്താടാ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൾ അകത്ത് കിടക്കും. അവളുടെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ മോഹം എനിക്കറിയാടാ. അവൾ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അനി പറഞ്ഞു, നീ വെറുതെ മഞ്ഞ കൊള്ളണ്ട അനാമയെ. നന്ദു ഇറങ്ങും, ഉറപ്പായിട്ടും പുറത്തിറങ്ങുക തന്നെ ചെയ്യും. ഇത് കൊടുത്തവർക്കിട്ട് നല്ല 8ന്റെ പണി തന്നെ കൊടുക്കുകയും ചെയ്യും. അവൾ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? നീയാ ഇത് ചെയ്തെങ്കിൽ നിന്റെ കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കും. പിന്നെ നിന്നെ ജീവനോടെ പോലും അവൾ വെച്ചേക്കില്ലെന്ന് പറയണം. അതുകൊണ്ട് നീയൊക്കെ സൂക്ഷിച്ചിരുന്നോ? നിന്റെ വീട്ടുകാരെ സൂക്ഷിച്ചിരുന്നോ? എല്ലാ കാലം അവൾ ജയിലിൽ കിടക്കാനായിട്ട് പോകുന്നില്ല. അകത്തേക്ക് പോയാൽ പോലും അവൾ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. പക്ഷേങ്കിൽ അതിനു മുമ്പ് അവളെ പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീയും ചെയ്യാൻ പറയണം. ഇത് കേട്ട അനാമി പറഞ്ഞു, പിന്നെ അവള് പുറത്തിറങ്ങിയേ തന്നെ ഒന്ന് കാണാതെ അവള് പുറത്തിറങ്ങുന്നേ. അവൾ അകത്തേക്ക് തന്നെ പോകും. നാളെ കോടതി കൂടി കഴിയുമ്പോഴത്തേനും അവൾക്ക് ജാമ്യം കിട്ടത്തില്ല. അവൾ അകത്തേക്ക് പോകാനായിട്ട് പോകുന്നത്. ഈ അനാമിയെ പറയണെന്ന് പറയാ. എനിക്ക് മനസ്സിലായി ഇവള് രണ്ടും കൽപ്പിച്ചാന്ന്. കാരണം ഇവളാണ് ഇതിന്റെ പിന്നില്. അങ്ങനെയാണെങ്കിൽ ഇവളെ എങ്ങനെയാലും നേരിട്ടേ മതിയാവുള്ളൂ. ഇവളുടെ തന്ത്രങ്ങളൊക്കെ പൊളിച്ചിറക്കി അവളെ നന്ദുവിനെ പുറത്തു കൊണ്ടുവരണം. ഇവളുടെ മുന്നിൽ നിർത്തി വിളിക്കണം. പറ്റുമെങ്കിൽ ഇവളുടെ 2 കൊടുക്കണം കൂടെ, ഇവൾക്കിട്ട് 2 കൊടുക്കുകയും കൂടി ചെയ്യണമെന്ന് പറയാൻ മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ നമ്മളൊരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അപ്പൊ ആ ചാനലിനകത്താണ് നിങ്ങൾ ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അഭിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് അപ്ലോഡ് ചെയ്താൽ കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.